തോരൻ വെക്കുന്നതാണ് ചെയ്യുന്നത്. ശരിക്കും പയറിൻ്റെ ഇല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പയറിൻ്റെ ഏറ്റവും തളിരാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പയറ്റിൻ കഴുത്ത് എന്നാണ് പറയുന്നത്. അതിനായിട്ട് കിട്ടാവുന്നിടത്തോളം പയറിൻ്റെ തളിര് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പയറിൻ്റെ തളിര് ഒളിച്ചെടുത്താൽ പയറ് ചെടിയിൽ കൂടുതൽ പുതിയ എകരം വീശി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നുള്ളിക്കളയുന്ന പയറ്റിൻ കഴുത്ത് ശേഖരിച്ച് അതുകൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാവുന്നതാണ്. ഇത്തരത്തിൽ നുള്ളിയെടുത്ത പയറ്റിൻ കഴുത്ത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ചെറിയ 2 പയറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നന്നായിട്ട് കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മൂക്കാത്ത പയറായതുകൊണ്ട് മുഴുവനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത ശേഷം ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1 വെളുത്തുള്ളിയും എരിവിനായിട്ട് 1 പച്ചമുളകും 1 നുള്ള് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ജീരകം എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ്റിൻ കഴുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ആവി വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. 2-3 പ്രാവശ്യം തുറന്ന് അടിയിൽ പിടിക്കാതെ ഇളക്കി പയറ്റിൻ കഴുത്ത് വേവിച്ചെടുക്കണം. തളിരായതുകൊണ്ട് തന്നെ വളരെ വേഗം വെന്ത് കിട്ടിക്കോളും. നല്ല ചൂട് ചോറിൻ്റെയോ കഞ്ഞിയുടെയോ കൂടെ കഴിക്കാവുന്നതാണ്. മഴക്കാലത്താണ് പൊതുവെ ഇത് കഴിക്കാറ്. മാത്രമല്ല കർക്കിടക മാസത്തിൽ കഴിക്കുന്ന 10 ഇലകളിൽ പെടുന്നവയിൽ ഒന്നാണ് പയറിൻ്റെ ഇലയും. ചീരത്തോരൻ വയ്ക്കുന്നത് പോലെ തന്നെയുള്ള രുചിയാണിതിന്. വീട്ടിൽ പയറിൻ്റെ ചെടി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തളിര് കിട്ടുവാണെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് കഴിച്ച ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്